പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലൂടെ കടന്നു പോകുന്നതിനുള്ള അവസരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോ ദിവസത്തിലും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന്. പുതിയ സ്നേഹത്തിൻ്റെ വഴികൾ ദൈവം നമുക്ക് ഓരോ ദിവസവും തുറന്നു തരികയാണ്. ആ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത്, വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തോടും അതിലെ ചരാചരങ്ങളോടും ചേർന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളോടും കൃപകളോടും ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചു കൊണ്ടുപോകുന്നതിന് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകമായ വിധത്തിൽ മൊബൈലിനും ഇൻ്റർനെറ്റിനുമൊക്കെ അടിമപ്പെട്ട കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല മാതാപിതാക്കളുടെയും വലിയ ഒരു സങ്കടമാണ് അവരുടെ മക്കൾ മൊബൈലിനും ഇൻ്റർനെറ്റിനുമൊക്കെ അടിമപ്പെട്ടു പോയി എന്നുള്ളത്. എന്നോട് പലരും ഫോണിലൂടെയൊക്കെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ ഫോണ് അവൻ്റെ കയ്യിൽ നിന്നും അങ്ങ് വാങ്ങി വെച്ചാൽ എന്താ എന്ന്. അപ്പോഴവർ പറയുന്നത് അവർക്ക് ഭയമാണ്, അവൻ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയം. അങ്ങനെ മൊബൈലിനും ഇൻ്റർനെറ്റിനുമൊക്കെ അടിമപ്പെട്ടതിൻ്റെ പേരിൽ ഭയത്തിലും വേദനയിലും കഴിയുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. ആ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ അടിമത്തത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും അവരെ വിമുക്തരാക്കണമേ, സ്വതന്ത്രരാക്കണമേ എന്ന് അവരെ സമർപ്പിച്ച് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആദിമ ശിഷ്യന്മാരിലുണ്ടായപ്പോഴാണ്
അവർക്ക് ധൈര്യമുണ്ടായത്, വചനം പ്രഘോഷിക്കുവാനായിട്ട് അവർ സജ്ജരായിട്ട് മാറിയത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇപ്പോൾ അപേക്ഷിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഒരുവൻ്റെ പാപത്തിൽ നിന്ന് ഉളവായിട്ടുള്ള ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായിട്ട് ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്നാണ്. അതിൻ്റെ ഫലമായിട്ട് പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാനായിട്ട് ആധിപത്യം പുലർത്തി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്. ജർമ്മൻ സാഹിത്യത്തിലെയും ലോക സാഹിത്യത്തിലെയും അതിപ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു യോഹാൻ വോൾഫാങ് ഗോയിഥെ. അദ്ദേഹം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ജനിച്ചു. നിയമത്തിൽ ബിരുദം നേടിയതിനു ശേഷമായിരുന്നു സാഹിത്യ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം എഴുതിയ ഒരു പ്രശസ്തമായ നാടകമാണ് ഫൗസ്റ്റ്. അതിൻ്റെ 1-ാം ഭാഗം അദ്ദേഹം 1808-ലും 2-ാം ഭാഗം 1832-ലുമാണ് പ്രസിദ്ധീകരിച്ചത്. അറിവിനും ആനന്ദത്തിനും അധികാരത്തിനും വേണ്ടി സ്വന്തം ആത്മാവിനെ പോലും പണയം വയ്ക്കുന്ന ഒരാളുടെ കഥയാണ് ഫൗസ്റ്റ് എന്ന നാടകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഫൗസ്റ്റ് എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരുന്നത്. അപ്പം ഇയാളെ ചുറ്റിപ്പറ്റിയാണ് ഗോയിഥെ ഈ നാടകം എഴുതുന്നത്. ഫൗസ്റ്റ് ഒരു പണ്ഡിതനാണ്. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും വൈദ്യശാസ്ത്രവും നിയമവും എല്ലാം പഠിച്ച ഒരു അസാധാരണ വ്യക്തിയായിട്ടാണ് ഫൗസ്റ്റിനെ ഈ ഗോയിഥെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇയാളുടെ പ്രത്യേകത വലിയ ഒരു ശൂന്യതയാണ് ഇയാളിൽ അനുഭവപ്പെടുന്നത്. അറിവിൻ്റെ കൊടുമുഴിയിൽ എത്തിയിട്ടും ജീവിതത്തിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാക്കുന്നതിന് അയാളുടെ ജീവിതത്തിൽ സാധിക്കുന്നില്ല. അപ്പോൾ അയാളുടെ ആത്മാവിൻ്റെ ഇരുട്ടിന് കനം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്നു. അവസാനം അയാൾ ജീവിതം അവസാനിപ്പിക്കാൻ പോലും തയ്യാറാവുകയാണ്. ആ സമയം അപ്രതീക്ഷിതമായിട്ട് മണികൾ മുഴങ്ങുന്നത് അയാൾ കേട്ടു. ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ടുള്ള പള്ളി മണികളായിരുന്നു അപ്പോൾ മുഴങ്ങിയിരുന്നത്. ആ മണിമുഴക്കം അയാളുടെ ഹൃദയത്തെ സ്പർശിച്ചു. കുട്ടിക്കാലത്തെ വിശ്വാസത്തിൻ്റെ ദിനങ്ങൾ അയാളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. അയാളിൽ വീണ്ടും
പ്രത്യാശ നിറച്ച നിമിഷങ്ങളായിരുന്നു അവയെല്ലാം. അങ്ങനെ അയാൾ മരണത്തിലേക്കുള്ള പാതയിൽ നിന്നും അയാൾ പിൻവാങ്ങി. പക്ഷേ അയാളിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. മാത്രമല്ല, ഈ അനുഭവത്തിന് പിന്നാലെയാണ് അയാൾ മെഫിസ്റ്റോഫിലിസ് എന്ന ഒരു ദുഷ്ട മന്ത്രവാദിയുമായിട്ട് അദ്ദേഹം കൂട്ടാകുന്നത്. ആ മന്ത്രവാദി അയാളോട് പറഞ്ഞു, നിനക്ക് എല്ലാ സന്തോഷങ്ങളും നീ ആഗ്രഹിക്കുന്നതും എല്ലാം നിനക്ക് ഞാൻ ചെയ്തു തരാം, പക്ഷേ ഒരു കാര്യം, നിൻ്റെ ആത്മാവിനെ നീ എനിക്ക് അടിമയായിട്ട് നൽകണം എന്ന്. ഈ കരാറ് ഈ ഫൗസ്റ്റ് അംഗീകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് വളരെ അപകടമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ ഫൗസ്റ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അയാൾ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അയാളുടെ ജീവിതത്തെ മാറ്റിവെച്ചു. നഷ്ടത്തിൻ്റെയും വേദനയിലൂടെയൊക്കെ വഴികളിലൂടെ അയാൾ കടന്നുപോയി. അങ്ങനെയാണ് ഗ്രേറ്റ് ഹെൻ എന്ന നിഷ്കളങ്കയായ ഒരു യുവതിയുടെ ജീവിതം ഇയാൾ നശിപ്പിക്കുന്നതിനായിട്ട് ഇടയാകുന്നത്. തൻ്റെ ആത്മാവിന്, ഈ ദുഷ്ടാത്മാവിന് പണയം വെച്ച് ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച ഈ ഫൗസ്റ്റിൻ്റെ അന്ത്യം സ്വാഭാവികമായും ദുരന്ത പര്യവസാനി ആയിരിക്കണം. പക്ഷേ ഇയാളുടെ ജീവിതം ഒരു ദുരന്ത പര്യവസാനിയായിട്ട് മാറുകയല്ല ചെയ്തത്. ഈ കഥയുടെ അവസാനം ഫൗസ്റ്റ് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഗോയിഥ ഈ കഥയുടെ ഗതി മാറ്റി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? ഫൗസ്റ്റ് പൂർണ്ണനായിരുന്നില്ല, അയാൾ കൊടും പാപിയായിരുന്നു. എങ്കിലും അയാൾ തൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല. അയാൾ തൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. സത്യത്തിനും നന്മയ്ക്കും വേണ്ടി അയാൾ അന്വേഷിച്ചു. ചെറിയ സുഖങ്ങളിൽ തൃപ്തനാകുവാനായിട്ട് അയാൾ തയ്യാറായില്ല. അയാളുടെ ഉള്ളിൽ എപ്പോഴും നന്മ ചെയ്യണമെന്ന ഒരു മോഹം അയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അയാളുടെ ചിന്താഗതി മാറുന്നത്. സ്വന്തം ആനന്ദത്തിന് പകരം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയും ആനന്ദത്തിന് വേണ്ടിയും തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നതിനായിട്ട് അയാൾ തയ്യാറാവുകയാണ്. ഈ നിമിഷങ്ങളിലാണ് ദൈവകൃപയുടെ ഇടപെടൽ നാം കാണുന്നത്. അങ്ങനെ ഫൗസ്റ്റിൻ്റെ ആത്മാവ് ഉയർത്തപ്പെടുന്നു, അയാൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് ഈ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഫൗസ്റ്റിൻ്റെ കഥ അവതരിപ്പിക്കുന്നത് വഴിയായിട്ട് ഗോയിഥ നൽകുന്ന സന്ദേശം, ദൈവം നമ്മുടെ വീഴ്ചകൾ കാണുന്നുണ്ട്, എന്നാൽ അവയേക്കാളേറെ അവിടുന്ന് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഏതു ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ്. ദൈവം അറിയാത്ത ഒരു വീഴ്ചയും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷേ ഈ വീഴ്ചകൾക്ക് ശേഷം നാം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാണ് ഗോയിഥ പറഞ്ഞു വെക്കുന്നത്. ഫൗസ്റ്റിൻ്റെ ജീവിതം ദീർഘമായ ഒരു തിരച്ചിലായിരുന്നു. ആ തിരച്ചിലിൻ്റെ ലക്ഷ്യമാകട്ടെ സത്യവും നന്മയും കണ്ടെത്തുക എന്നതിനു വേണ്ടിയാണ്. ഇവിടെയാണ് ദൈവകൃപയുടെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമൃദ്ധമായിട്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപം വർദ്ധിച്ചിടത്ത് ദൈവത്തിൻ്റെ കൃപ അതിലും വർദ്ധിച്ചു എന്നും. ദൈവകൃപയുടെ വർധന ഫൗസ്റ്റിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തിന്മയെയും അതുപോലെ തന്നെ ദുഷ്ടതരങ്ങളെയും ഒക്കെ മാറ്റുന്നതിനും നന്മയിലേക്ക് വരുന്നതിനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും മറ്റവരെ സ്നേഹിക്കുന്നതിനുമൊക്കെയുള്ള അവസരം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു തുറവിയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളെയും ദുരന്തങ്ങളെയും ഒക്കെ കണ്ട് കഴിയുമ്പോൾ അവയിൽ നിന്നുമൊക്കെ മാറിപ്പോകുന്നതിനായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും പരാജയങ്ങളും തകർന്ന ബന്ധങ്ങളും നഷ്ടമായിട്ടുള്ള പ്രതീക്ഷകളുമൊക്കെ ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതാണ്. അതിൽ നമ്മൾ നിരാശരാകാതെ, അതിൽ നമ്മൾ തകർന്നു പോകാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടുന്നുണ്ട്, വർഷിക്കപ്പെടുന്നുണ്ട് എന്ന ആ വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് സാധിക്കണം. ദൈവത്തിനു വേണ്ടി
കാത്തിരിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് മാറുന്നതിനായിട്ട് സാധിക്കണം. ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വഴിയായിട്ടാണ് ഗോയിഥെ ഈ നാടകത്തിലൂടെ ഫൗസ്റ്റിനെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈസ്റ്ററിൻ്റെ മണിനാദം കേട്ടപ്പോൾ ഫൗസ്റ്റിൽ ഒരു ആത്മീയ പ്രേരണ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങിയെങ്കിലും അദ്ദേഹത്തിൽ മാനസാന്തരം ഉണ്ടായില്ല. അതിന് പിന്നെയും ദീർഘനാൾ വേണ്ടി വന്നു. ആ സമയം മുഴുവൻ ദൈവം ഫൗസ്റ്റിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതുപോലെ ദൈവം നമുക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട്, നമ്മെ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയായിട്ട്. അതിനുവേണ്ടി ദൈവം കൃപ നമ്മളുടെ മേലെ സമൃദ്ധമായിട്ടും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നതിനും പുതിയ മനുഷ്യരായിട്ട് മാറുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ കാത്തിരിക്കുന്ന, കൃപ ചൊരിയുവാനായിട്ട് കാത്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് പുതിയ മനുഷ്യരായിട്ടും പുതിയ സൃഷ്ടികളായിട്ടും നമുക്ക് നമ്മെ തന്നെ രൂപപ്പെടുത്താം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും ഈ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് സംരക്ഷണവും കരുതലും ഒരുക്കട്ടെ. നമ്മുടെ ഇടവകയുടെ കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ചാനലിന് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയിലും വിവിധ ഭാഷകളിൽ ധ്യാനിക്കുന്നതിനായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ദൈവാനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ലഭിക്കുന്നതിനും കർത്താവിൻ്റെ വചനം ലോകത്തിൻ്റെ അവസാനം വരെ പ്രഘോഷിപ്പിക്കപ്പെടുന്നതിനുമുള്ള കൃപയും അനുഗ്രഹവും ഈ ചാനലിനും ഈ ധ്യാന കേന്ദ്രത്തിനും നൽകണമേ എന്ന് നമുക്ക് ഈ ധ്യാന കേന്ദ്രത്തെയും ചാനലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തിയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് കഴിയുന്നവർ, നിരാശയിലൂടെയും ഡിപ്രഷനിലൂടെയും കടന്നു പോകുന്നവർ, മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുന്നവർ, മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നവർ, ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് സാധിക്കാത്തവർ, അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. കർത്താവിൻ്റെ സംരക്ഷണത്തിന് അവരെല്ലാവരെയും നമുക്ക് ഭരമേൽപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്ന സ്വരത്തിൽ കർത്താവിനെ ഒരു നിമിഷം സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുള്ളവരെയും ഞങ്ങളുടെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാവരെയും അടുത്ത തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ മേലങ്ങ് കരുണയായിരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ വരങ്ങളാൽ കൃപകളാൽ അവരെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ.
പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കിപ്പോൾ നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ പങ്കുചേർന്ന സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരു നല്ല ദിവസവും പ്രഭാതവും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി.